A alone can do a piece of work in 20 days. B in 15 days. They have started the work together and after 6 days, B was replaced. So, എയും ബിയും ഒരുമിച്ച് 6 ദിവസം വർക്ക് ചെയ്ത് അതിനുശേഷം ബീനെ റീപ്ലേസ് ചെയ്ത് ആരെ വെച്ചിട്ട് സിയെ വെച്ചിട്ട്. സോ എയും സിയും കൂടെ നെക്സ്റ്റ് 4 days വർക്ക് വാസ് ഫിനിഷ്ഡ്. അപ്പോൾ എയും സിയും 4 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ സി അലോൺ എത്ര വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. എ അലോൺ 20 days വർക്ക് ചെയ്യാൻ പറ്റും, ബി അലോൺ 15 days പറ്റും. ഇനി സിയുടെയാണ് നമുക്ക് അറിയേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ മൊത്തം എത്ര ദിവസം വർക്ക് ചെയ്തെന്ന് നോക്കാം. അതായത് എ 6 ദിവസം ഇവിടെയും വർക്ക് ചെയ്തു. സോ മൊത്തം 10 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എ ഒറ്റയ്ക്ക് ടോട്ടൽ 10 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. 10 ദിവസം വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തനിച്ച് 20 ദിവസം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും, ആ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. സോ ടോട്ടൽ 10 days വർക്ക് ചെയ്ത്, അതായത് ആ വർക്കിൻ്റെ 50% വർക്ക് എ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ബി മൊത്തം എത്ര ദിവസം വർക്ക് ചെയ്തെന്ന് നോക്കിയാൽ 6 days മാത്രമാണ് വർക്ക് ചെയ്തേക്കുന്നത്. സോ 6 days വർക്ക് ചെയ്ത് ആ വർക്ക് ചെയ്ത് തീർക്കാൻ ബിക്ക് എടുക്കുന്ന സമയം 15 days ആണ് തന്നിട്ടുണ്ട്. സോ ബി ഇപ്പോൾ എടുത്ത വർക്ക് 6/15 ആണ്. അത് ശതമാന കണക്കിലാകുമ്പോൾ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പം 40% ഓഫ് ടോട്ടൽ വർക്ക് എന്ന് വരും. സോ എയും ബിയും കൂടെ തന്നെ 90% വർക്ക് ചെയ്ത് ബാക്കിയുള്ള 10% വർക്കാണ് സി ചെയ്തത്. ഈ സി എത്ര ദിവസം വർക്ക് ചെയ്ത്? എയുടെ കൂടെയാണ് സി വർക്ക് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ 4 days സി വർക്ക് ചെയ്ത്. സോ 10% ഓഫ് വർക്കാണ് 4 days എന്ന് എടുക്കുകയാണെങ്കിൽ സി അലോൺ എന്ന് പറയുമ്പോൾ സിയുടെ 100% വർക്കും കൊടുക്കുകയാണെങ്കിൽ 4 into 10, അതായത് ഇത് ഇൻറ്റു 10 ആണല്ലോ 100% വരുന്നത്. സോ 4 into 10 40 days ആണ് സി അലോൺ ആണെങ്കിൽ ഈ പറയുന്ന വർക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ എടുക്കുന്നത്.